നമസ്കാരം. വാസ്തുവും വിശ്വാസം ചാനൽ ഇന്നത്തെ വിഷയം യമവീതി എങ്ങനെയാണ്, അതിൻ്റെ ലക്ഷണം എന്താണ്, അതിന് മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ എന്താണ്, അതിന് നമുക്ക് തൽക്കാലം ചെയ്യാവുന്ന പരിഹാരങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ വീഡിയോ ആണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നാം ഗൃഹം നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ നിർമ്മിക്കാനൊരു ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഭൂമി കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ളൊരു ഭൂമിയായിരിക്കും കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ തെക്ക് ഭാഗം ചരിവുള്ള ഭൂമി, അതായത് തെക്ക് ഭാഗം താഴ്ന്ന ഭൂമിയും വടക്ക് ഭാഗം പൊങ്ങിയ ഭൂമിയാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ യമവീതി എന്ന് പറയുന്നത്. അതായത് യമൻ്റെ വാസമുള്ള ഭൂമി എന്നാണ് പറയുന്നത്. കാലൻ്റെ വാസമുള്ള ഭൂമിയാണ്. അത് നമുക്ക് കാലക്കേട് തന്നെ വരുത്തി വയ്ക്കും. അത്തരം ഭൂമിയിൽ ഗൃഹം നിർമ്മിക്കുമ്പോൾ നമ്മുടെ കാമ്പൗണ്ട്, അതായത് നമ്മുടെ വാസ്തുമണ്ഡലത്തിനെ നമ്മൾ ക്രമമായിട്ടായിരുന്നെങ്കിൽ തന്നെയും ആ ചരിവിനെയൊക്കെ ലെവൽ ചെയ്ത് നേരെ വിപരീതമാക്കി രൂപകൽപ്പന ചെയ്യുക. അതായത് തെക്കോട്ട് ചരിവുള്ള ഭൂമിയിൽ നമ്മുടെ വാസ്തുമണ്ഡലം തെക്ക് വശം പൊക്കിയും വടക്ക് വശം താഴ്ന്ന രീതിയിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് രൂപകൽപ്പന ചെയ്യണം ആദ്യം. എന്നിട്ട് മാത്രം ആ ഗൃഹം നിർമ്മിക്കുക. അത് പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത് തെക്ക് വശത്തുള്ള മതിൽ, തെക്ക് കന്നിമൂല വരെയുള്ള മതിൽ പൂർണ്ണമായും കെട്ടി ബലപ്പെടുത്തണം. അങ്ങോട്ട് അതിനപ്പുറത്തേക്ക് താഴ്ന്ന ഭൂമിയുമായിട്ട് നമ്മളെ വാസ്തുമണ്ഡലത്തിന് യാതൊരു ബന്ധവും ഉണ്ടാകാത്ത രീതിയിൽ ആ തെക്ക് വശത്തെ മതിൽ പൂർണ്ണമായും ബലപ്പെടുത്തണം. മൂന്നാമതായി തെക്ക് വശത്തെ നമ്മൾ പ്രധാന വാതിൽ, അതായത് ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ വാസ്തുമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിൽ, ഗേറ്റ്, അത് വാസ്തുശാസ്ത്രം നിഷ്കർഷിക്കുന്ന രീതിയിൽ യഥാർത്ഥ സ്ഥാനത്ത് തന്നെ അത് നമ്മൾ നിർമ്മിക്കണം. ഇത്രയും നമ്മൾ ചെയ്തിട്ട് ഗൃഹം നിർമ്മിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ദോഷങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇത്തരം ഭൂമിയിൽ ഗൃഹം നിർമ്മിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, അവിടുത്തെ അന്തേവാസികൾക്ക് സാമ്പത്തികമായി അടിക്കടി നഷ്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. രണ്ടാമതായി ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും അവരുടെ നിത്യ സന്ദർശനം പോലെ അവരെ കൂടെ പിറപ്പായി അവരെ കൂടെ നിന്ന് അവരെ അലട്ടിക്കൊണ്ട് ജീവിതത്തിൽ ദുരിതമുണ്ടായിക്കൊണ്ടേയിരിക്കും. മൂന്നാമതായി മാനസിക സമ്മർദ്ദമുണ്ടാക്കും. ഒരു രീതിയിലും ഒരു മനസ്സുഖമായിട്ട് ആ ഭൂമിയിൽ ജീവിക്കാൻ അവർക്ക് വിധിയുണ്ടാവില്ല. അത് പോയിട്ട് നാലാമതായി അത്തരം ഭൂമിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾ തമ്മിൽ എന്നും കലഹങ്ങളും പ്രശ്നങ്ങളും വാക്ക് തർക്കങ്ങളും ഒരു യോജിപ്പില്ലാത്തൊരവസ്ഥയിൽ ഗൃഹാന്തരീക്ഷം സംജാതമാകും. അഞ്ചാമതായി അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും ഉണ്ടാകും കൊണ്ടിരിക്കുന്നത്. നമ്മൾ തടസ്സമില്ലെന്ന് വിചാരിക്കുന്ന പല പ്രശ്നങ്ങളും തടസ്സങ്ങൾ കൊണ്ട് നമ്മളെ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ഇതൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ. അതിനാൽ കഴിയുന്നതും ഇത്തരം ഭൂമിയിൽ വീട് വയ്ക്കാതിരിക്കുക. വയ്ക്കുകയാണെങ്കിൽ പരമാവധി ചെയ്യാവുന്ന ഒഴിവുകൾ ചെയ്തതിന് ശേഷം മാത്രം അവിടെ താമസിക്കുക. ഇത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അല്ലാതെ വേറെ ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. വീട് വെച്ച് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് നിങ്ങളുടെ ഇതൊന്ന് പറയുന്നെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് നമുക്കതൊരു വളരെ മാനസിക പ്രയാസമാണ് വരുത്തി വയ്ക്കുന്നത്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഞങ്ങൾക്ക് പ്രചോദനമാണ്. അതിനാൽ സബ്സ്ക്രൈബിൻ്റെ കാര്യത്തിൽ വീഴ്ചയും വരുത്താതെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഫോളോ ചെയ്യുക. അടുത്തൊരു പുതിയ വിഷയവുമായി കാണുന്നവരെ നമോ വന്ദനം.